ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാരെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന യുവാക്കളിൽ 70% പേരും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ലക്ഷങ്ങൾ മുടക്കി പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന യുവാക്കളെ കാത്തിരിക്കുന്നത് ഉത്തരവാദിത്തങ്ങളും തൊഴിലില്ലായ്മയുമാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് പ്രമുഖ കമ്പനികൾ ഹയർ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ആദ്യം ഒരു ജോലി കിട്ടണ്ടേ? ഫ്രഷറായി പുറത്തിറങ്ങുന്ന യുവാക്കൾ 5000-നും 10,000-നും വേണ്ടി അടിമപ്പണി എടുക്കേണ്ട സാഹചര്യമാണ് ഇന്നിവിടെയുള്ളത്. ഒരു സൈറ്റ് സൂപ്പർവൈസറേക്കാൾ ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് എന്നതാണ് സത്യം. ഇക്കാലത്ത് 4 അക്ഷരം പഠിച്ചോ അവൻ പോക്ക. മണ്ണി നോക്കുന്നവനും കല്ലുടയ്ക്കുന്നവനൊക്കെ ഇന്നത്തെ കൂലി എന്താണെന്നറിയാമോ? അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടിൽ ജീവിക്കുന്ന യുവാക്കൾ ആഗ്രഹമില്ലാഞ്ഞിട്ട് പോലും കൂടുതൽ പണം കിട്ടുന്ന മറ്റു ജോലികളിലേക്ക് മാറുന്നു. മറ്റു ചിലർ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്നു. പഠിക്കാൻ മിടുക്കരായ ടോപ്പേഴ്സ് ആരും നമ്മുടെ നാട്ടിൽ നിൽക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം നല്ല സാലറി പാക്കേജുകളുമായി കമ്പനികൾ പുറം രാജ്യങ്ങളിൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. 2021 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം 15 മുതൽ 29 വരെ പ്രായമുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്കെന്ന് പറയുന്നത് 25.5% ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന 13 ദശലക്ഷം ആളുകളിൽ ഡിഗ്രി ഹോൾഡേഴ്സിൽ 10-ൽ ഒരാൾക്കും എഞ്ചിനീയർമാരിൽ 5-ൽ ഒരാൾക്കും മാത്രമേ തൊഴിൽ ലഭിക്കുന്നുള്ളൂ. ഇനി സർട്ടിഫിക്കറ്റിന് പകരം സ്വന്തം കഴിവ് ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും എല്ലാവർക്കും അതിന് സാധിക്കാറില്ല. എഡ്യൂക്കേഷൻ സിലബസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്ക് നേടുന്നവൻ ബുദ്ധിമാനും തോറ്റുപോകുന്നവൻ ഒന്നിനും കൊള്ളാത്തവരുമാണ് എന്ന ചിന്താഗതിയാണ് സമൂഹം വെച്ചു പുലർത്തുന്നത്. ഞാനും നിങ്ങളും നാം ഓരോരുത്തരും പലതരത്തിലുള്ള കഴിവുള്ളവരാണ്. ചിലർക്ക് നന്നായി പാടാൻ കഴിയും, ചിലർ നന്നായി എഴുതും, മറ്റു ചിലർക്ക് നന്നായി വരയ്ക്കാൻ പറ്റും, ചിലർക്ക് കണക്കിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് സയൻസിനോടായിരിക്കും. ഇനി ഇതൊന്നും കൂടാതെ സ്പോർട്സിൽ അപാര ടാലന്റ് ഉള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. പലതരത്തിലുള്ള കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാവണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. സൈൻ, കോസ്, ടാൻ, a²+b² ഇവയെക്കാളുമൊക്കെ സ്വന്തം ടാലന്റ് തിരിച്ചറിയാൻ ഒരു വിദ്യാർത്ഥിക്ക് അവസരം നൽകുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹുസൈൻ ബോൾട്ടിനേക്കാൾ വേഗതയിൽ ഓടാൻ സാധിക്കുന്നവരും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവരെ നാം തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. ഒരു പക്ഷെ അടുത്ത ഐൻസ്റ്റീൻ ആകേണ്ട വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഓഫീസിലോ വർക്ക് സൈറ്റിലോ കൂലിപ്പണി എടുക്കുകയായിരിക്കും. ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക അസുഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നമ്മുടെ രാജ്യത്തെ യുവാക്കളിൽ ഭൂരിഭാഗവും. 2012 മുതൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 മുതൽ 20 വരെ പ്രായമുള്ളവരിൽ 7 പേരെ എടുത്താൽ അതിൽ ഒരാൾ ഡിപ്രഷന്റെ പിടിയിലാണെന്നാണ് ഇക്കണോമിക്സ് ടൈംസ് നടത്തിയ സർവേ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുവാക്കളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് മിഡിൽ ക്ലാസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാറ്റിവെച്ച് കിട്ടുന്ന ജോലിക്ക് പോകാൻ അവർ നിർബന്ധിതരാകുന്നു. டிகிரி முடிச்சவனும் இன்ஜினியரிங் படிச்சவனும் தான். நடுராத்திரியில சரக்கடிச்சு சைட் டிஷ் கேட்கறவனுக்கும் சோம்பேறித்தனமா வீட்டிலே உட்கார்ந்துருக்கவனுக்கும் ராத்திரி பகல் பார்க்காம ஓடுறானே. ஒரு இன்ஜினியர் பாக்குற வேலையா இது? பாவம், எத்தனையோ அறிவுள்ள ஏழை பசங்க பணம் இல்லைங்கிற ஒரே ஒரு காரணத்துக்காக பெரிய படிப்பு படிக்க முடியாம லாரி டிரைவரா, ஹோட்டல் சர்வரா, குமாஸ்தாவை குப்பை கொட்டிக்கிட்டு இருக்காங்க. ലോൺ വാങ്ങി ടീ ആത്തിക്കിട്ട് இருக்காங்க. அவங்க அறிவு வீணா போயிருக்கு. മറ്റൊരു വിഭാഗം ജോലി ലഭിക്കാനുള്ള മത്സര പരീക്ഷകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയിലേക്കാണ്. 80% ആളുകളും പഠിച്ച കോഴ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. ചിലർ ആഗ്രഹമില്ലാതിരുന്നിട്ടും വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നു. ഒരുത്ത സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരൊക്കെ പഠിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ എന്തൊരു ഗതിയില്ലാത്തവനായിരിക്കും. ചെറിയ ശതമാനം യുവാക്കൾ തുച്ഛമായ ശമ്പളത്തിൽ നാട്ടിൽ തന്നെ ജോലി തേടുന്നു. വിദ്യാഭ്യാസം നേടിയ ആരും രക്ഷപ്പെടില്ല എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ഭൂരിഭാഗം യുവാക്കൾക്കും ആവശ്യമായ അത്രയും തൊഴിലവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നു. ഒപ്പം മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണവും കൂടി വരികയാണ്. കഴിവുണ്ടായിട്ടും ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നവരും, ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മടുത്തവരും, ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നാൽ തങ്ങളുടെ ജീവിതം തന്നെ മാറുമെന്ന് വിശ്വസിക്കുന്നവരും, അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. Rich get richer, poor get poorer. പണക്കാരൻ ഇന്ന് പണക്കാരായിട്ടിരിക്കാ,
ஏழை இன்னும் ஏழை ஆயிட்டு இருக்கான். நம்ம படிக்கிற முறையே தப்பு. படிப்பு நமக்கு என்ன தரணும்? மனிதாபிமானம், நேர்மை, நன்னறி, பகுத்தறிவு, തന്നമ്പിക്ക്. അതാ എന്നെ തരുത് ഭയം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണോ? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ഒന്ന് കമന്റ് ചെയ്യുക.